ഏറെ ഞെട്ടിച്ച സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ബംഗളൂരു സുബ്രഹ്മണ്യത്ത് നടന്നത്. ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയ സംഭവത്തിനു പിന്നിൽ നടന്നത് നടുക്കുന്ന കാര്യങ്ങൾ. വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം ഏറെ പ്രിയങ്കരിയായിരുന്നു ബിരുദ വിദ്യാർത്ഥിനി കൂടിയായ പ്രബുദ്ധ്യ. എന്നാൽ അപ്രതീക്ഷിതമായി ദിവസങ്ങൾക്ക് മുമ്പ് പ്രബുദ്ധ്യയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പ്രബുദ്ധ്യയുടെ ശരീരത്തിൽ കത്തിയുടെ പാടുകൾ ഉള്ളതിനാൽ ജീവനൊടുക്കിയതാണെന്നായിരുന്നു ആദ്യം കരുതിയത്. പോലീസ് അന്വേഷണത്തിൽ സമീപത്തെ CCTV ക്യാമറകളിൽ നിന്ന് സൂചനകളൊന്നും ലഭിച്ചില്ല. എന്നാൽ പ്രബുദ്ധ്യയുടെ വീട്ടിലേക്കുള്ള റോഡിൻ്റെ അറ്റത്തുള്ള CCTV ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസിനെ സഹായിച്ചു. ഈ ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത്. കുറ്റാരോപിതനായ ആൺകുട്ടി പ്രബുദ്ധ്യയുടെ സഹോദരൻ്റെ സുഹൃത്തും അവരുടെ വീട്ടിലെ പതിവ് സന്ദർശകനുമായിരുന്നു. കുട്ടി പ്രബുദ്ധ്യയുടെ വാലറ്റിൽ നിന്നും 2000 രൂപ മോഷ്ടിച്ചു. പ്രബുദ്ധ്യ മോഷണം അറിഞ്ഞെങ്കിലും ആ സമയത്ത് അവനെ ചോദ്യം ചെയ്തില്ല. കളിക്കുന്നതിനിടയിൽ ഇതേ കുട്ടിയുടെ കയ്യിൽ നിന്ന് സുഹൃത്തിൻ്റെ കണ്ണട പൊട്ടുകയായിരുന്നു. അത് ശരിയാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇക്കാര്യം വീട്ടിൽ പറയാൻ ഭയന്ന കുട്ടി പ്രബുദ്ധ്യയുടെ പേഴ്സിൽ നിന്നും 2000 രൂപ മോഷ്ടിക്കുകയായിരുന്നു. ഇക്കാര്യം പിന്നീട് പ്രബുദ്ധ്യ കുട്ടിയോട് ചോദിച്ചു. കുട്ടി വീട്ടിലെത്തി പ്രബുദ്ധ്യയോട് മാപ്പ് പറയുകയും കാല് പിടിക്കുകയും ചെയ്തു. എന്നാൽ കാല് പിടിക്കുന്നതിനിടെ പ്രബുദ്ധ്യ ബാലൻസ് തെറ്റി വീണ് അബോധാവസ്ഥയിലായി. ഭയന്നുപോയ കുട്ടി തൻ്റെ മോഷണ വിവരം പുറത്തറിയാതിരിക്കാനായി കൈയും കഴുത്തും മുറിച്ച് വീടിൻ്റെ പിൻവാതിലിലൂടെ രക്ഷപ്പെട്ടു. CCTVയുടെ സഹായത്തോടെ പ്രതിയെ കണ്ടെത്തുകയായിരുന്നു. പ്രതിയെ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ കുടുംബവും നാട്ടുകാരും ഞെട്ടുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ സുബ്രഹ്മണ്യം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയായ കുട്ടിയെ റിമാൻഡ് ഹോമിലേക്ക് അയച്ചു.